അങ്ങനെ തന്നെ ക്യാൻസർ രോഗത്തിന് ക്ഷീണവും ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് നല്ല ഉന്മേഷത്തോടു കൂടി രേണു തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി കിച്ചു തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിപ്പോ ഈ രോഗാവസ്ഥയിൽ തന്നെ രേണു തന്നെ വീണ്ടും പറയിപ്പിക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ രേണു കാണിച്ചു കൂട്ടിയതെല്ലാം മറന്ന് രേണുവിനോട് മനസ്സിൽ ദേഷ്യമുള്ളവർ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അല്ലെ. ഈ ഒരു അവസരം വീണ്ടും തനിക്ക് ഹെയ്റ്റ് ഉണ്ടാക്കി തരുന്ന ഒരു പ്രവൃത്തിയാണ് രേണു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇന്നത്തോടു കൂടി രേണുവിന് നല്ല രീതിയിൽ ഹെയ്റ്റ് കൂടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ലേ, രേണു കഴിഞ്ഞ രാത്രി ചെയ്തൊരു വീഡിയോ തന്നെയാണ് കാരണം. നമുക്കറിയാം രേണു ഈ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഇപ്പൊ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണ് അല്ലെ. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആളെത്ര സജീവല്ല, പക്ഷെ യൂട്യൂബിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ്. തന്നെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ രേണു ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇടാറുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ചും കിട്ടാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ രേണു ഒരു കാര്യം പറയുന്നത്. എന്താണത്? ഞാൻ എടുത്തു വളർത്തിയ മകൻ ഇത്രയും ദിവസമായിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കിച്ചുവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് അന്ന് അത്യാവശ്യം ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ കിച്ചുവും രേണുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതിനിപ്പോ ഞാനായിട്ട് പറഞ്ഞേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് കാര്യങ്ങളായി ഇവര് തെറ്റിപ്പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇനി ഇവര് ജന്മത്തിൽ നന്നാവുമെന്നും തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കിച്ചുവിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് 2 ദിവസം മുമ്പ് രേണു ഉന്നയിച്ചത്. പക്ഷെ ഇത് കേട്ട് കിച്ചു എന്ത് ചെയ്തു? എന്തായാലും അമ്മ ഇങ്ങനെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞതല്ലേ, പോയി കണ്ടേക്കാം എന്ന് വെച്ച് രേണുവിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് കിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ കാണാൻ പോകത്തതിന് ആർക്കും വിഷമം വേണ്ട, ഞാൻ കാണാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആശ നേരെ അങ്ങ് രേണുവിനെ കാണാൻ പോയി. പക്ഷെ കാണാൻ പോയതും പ്രതീക്ഷിച്ച മാതിരി ഒന്നും സംഭവം നടന്നില്ല. അവിടെ എത്തിയതും രേണുവിന്റെ വീട്ടുകാർ കിച്ചുവിനെ രേണുവിനെ കാണിക്കാൻ സമ്മതിച്ചില്ല. അത് മാത്രവുമല്ല, രേണു ആണെങ്കിൽ കിച്ചുവിനെ കാണാൻ കൂട്ടാക്കിയതുമില്ല. ഇതെല്ലാം കൂടി ആയതോട് കിച്ചുവിന് ഭയങ്കര സങ്കടമായി. ഓൾറെഡി അമ്മ വീഡിയോയിൽ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് കിച്ചു അമ്മയെ കാണാൻ പോയത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണത് അല്ലെ. അതിന്റെ കൂട്ടത്തിൽ അമ്മയെ കാണാൻ പോകുന്നതിന് മുമ്പ് കിച്ചു ചെയ്ത വീഡിയോക്ക് ആണെങ്കിൽ അത്യാവശ്യം ഹെയ്റ്റും കിട്ടാൻ തുടങ്ങി. നിനക്ക് വേണമെങ്കിൽ പോയി അമ്മയെ കണ്ടാൽ മതി ചെക്ക, ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ പല കമന്റുകളും വീഡിയോകളും വരാൻ തുടങ്ങി. ഇതോടെ കിച്ചുവിന്റെ കൺട്രോൾ ആകെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷം ഒരു 2.5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ കിച്ചു രേണുവിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കിച്ചു മെയിൻ ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്താണത്? അമ്മ കാരണം പണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. പ്രത്യേകിച്ച് അമ്മ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി മാരടം കാണിച്ച് അഴിഞ്ഞാടിയ സമയത്ത് എനിക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ അമ്മയോട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എല്ലാം അമ്മ അതിന് തയ്യാറായില്ല എന്നൊക്കെയുള്ള രീതിയിൽ കിച്ചു സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം രേണുവുമായി ചെയ്തൊരു ചാറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടും കിച്ചു തന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിച്ചു ആ 2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും കിച്ചുവിന്റെ ഈ വീഡിയോ അത്യാവശ്യം വൈറലായി. അതോടെ രേണുവിന് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. അങ്ങനെ ഈ പറഞ്ഞ രേണു എന്താക്കി? കിച്ചുവിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നമുക്ക് എന്തായാലും ആ രംഗത്ത് വന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുധിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഐസിയുലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുക്കുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എന്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം കിട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്.
അത് പിന്നെ അവൻ വിചാരിച്ചു ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് മാരണം കാണിച്ച് അഴിഞ്ഞാടാനാണെന്ന്. അവൻ വിചാരിച്ചത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വേറെ വല്ല പരിപാടിയും ആയിരിക്കും എന്നുള്ളതാണ്. പൊതുവെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? നമുക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നല്ല കുക്കിംഗ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എക്സ്ക്ലൂസീവ് റെസിപ്പീസ് ഒക്കെ സബ്സ്ക്രിപ്ഷൻ വഴി കൊടുക്കാം. അതുപോലെ മറ്റു പല കണ്ടന്റ് കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കണ്ടന്റുകൾ എക്സ്ക്ലൂസീവ് ആയി വ്യൂവേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ ഫീച്ചർ നൽകിയത്. ചിലപ്പോൾ അവനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് അവൻ വിചാരിച്ച് കാണും. ആ സമയത്ത് ഈ രേണു ഒരുപാട് ഷോർട്ട് ഫിലിംസിലൊക്കെ ആക്റ്റീവ് ആണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടാനായിരിക്കും അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നായിരിക്കും അവൻ വിചാരിച്ചത്. അവൻ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഇങ്ങനെ മാരടം കാണിച്ച് അഴിഞ്ഞാടാനായിരുന്നു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നുള്ളത്. അവനത് അറിഞ്ഞു വന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. അവൻ ആദ്യമേ ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കൽ പോലും ഈ സംഭവത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു രേണു. പകരം അവന് വേണ്ട എന്ന് തന്നെ പറയുമായിരുന്നുള്ളൂ. അവന്റെ കാര്യം വീട്, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് മാരടം കാണിച്ച് അഴിഞ്ഞാടുന്ന സമയത്ത് അത് നിങ്ങളുടെ മകനെയും വളർത്തു മകനെയും നല്ല രീതിയിൽ ബാധിക്കും. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് നിങ്ങൾക്കില്ലേ? നമ്മൾ തന്നെ മുമ്പ് എത്രയോ വീഡിയോകൾ അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് വളർത്തു മകൻ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ബോധം വന്നത് രേണു? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഈ ഒരു അവസ്ഥയിലും രേണുവിനെ വിമർശിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ചിലത് പറയാതെ വയ്യ. എന്തായാലും ബാക്കി പറ. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാത്താ 150. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ്ട എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണേ. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്? കിച്ചു, എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ. അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതാണ് ചുരുക്കി പറഞ്ഞാൽ അന്ന് അവൻ നിങ്ങളെ വിമർശിച്ച സമയത്ത് പോലും, നിങ്ങളോട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് പോലും നിങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? നമുക്ക് 2.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ എന്നുള്ളത് അല്ലേ? ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അന്നത്തെ രേണുവിന്റെ ഇന്റൻഷൻ വ്യക്തമാണ്. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കണം, മക്കളെ ആത്മാഭിമാനം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നായിരുന്നു അന്ന് രേണു ചിന്തിച്ചിരുന്നത്. അതിന്റെ പരിണിത ഫലമാണ് രേണു ഇപ്പൊ അനുഭവിക്കുന്നത്. എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ രേണുവിന്റെ മനസ്സിൽ ഉണ്ടായി കാണണം താനൊരു ക്യാൻസർ രോഗിയാണ്, ഉടനെ തന്നെ വലിയൊരു ചികിത്സ തനിക്ക് വേണ്ടി വരും എന്നുള്ളത്. അപ്പൊ രേണു ചിന്തിച്ച എന്താണ്? മാക്സിമം ചികിത്സയ്ക്ക് വേണ്ടി പൈസ സ്വരൂപിക്കണം. അപ്പൊ പിന്നെ മാരടം കാണിച്ചിട്ടാലും വേണ്ടില്ല, കുറച്ച് ചിക്കിളി സമ്പാദിക്കണം എന്നായിരിക്കും രേണു അന്നേരം ചിന്തിച്ചത്. അതുകൊണ്ടായിരിക്കണം അന്ന് കിച്ചു എതിർത്തപ്പോഴും വീണ്ടും സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് രേണു തുടർന്ന് കൊണ്ടുപോയത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഞാൻ പറഞ്ഞ കാര്യം അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. ഏത് സ്ത്രീ? ഷഫീന ബീവിനെ എനിക്ക് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രേണു ഷഫീനക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണല്ലോ ഇത്. ഷഫീന ബീവി കിച്ചുവിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത്. സംഭവം ഈ പറഞ്ഞ ഷഫീന ബീവിയും രേണു സുധിയും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര നല്ല രസത്തിലല്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വെച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേണുവിന് ക്യാൻസർ വന്ന സാഹചര്യത്തിൽ പോലും ഷഫീന ബീവി രേണുവിനെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനിടയ്ക്ക് ഷഫീന ബീവി കിച്ചുവിനെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം രേണു വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണ്? ഷഫീന ബീവി ഈ പറഞ്ഞ കിച്ചുവിനെ പറഞ്ഞു തിരിപ്പിച്ചതാണെന്നൊക്കെയാണ്. അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല രേണു. കിച്ചു അത്യാവശ്യം വളർന്നു വലുതായി, അവനൊരു യുവാവായി, അവന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും വിവരവും ഒക്കെയുണ്ട്. അത് വെച്ചാണ് അവൻ ഇപ്പൊ സംസാരിച്ചത്, അല്ലാതെ അവനാരും നിയന്ത്രിക്കുന്നതൊന്നുമല്ല. എന്തായാലും ബാക്കി പറ. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദയവേത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. അവൻ വെറുതെ വിട്ടതായിരുന്നല്ലോ. നിങ്ങൾക്ക് ക്യാൻസർ ആയി നടന്ന സാഹചര്യത്തിൽ അവൻ നിങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ തന്നെയാണ് എല്ലാം തുടങ്ങി വെച്ചത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു 2 ദിവസം മുമ്പേ ഞാൻ പൊന്നു പോലെ വളർത്തിയ എന്റെ പൊന്നു മകൻ എന്നെ കാണാൻ വന്നില്ല, ബാക്കിയുള്ള ഒരുപാട് ആളുകൾ വന്നു, അവ മാത്രം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ? ആ ചെയ്ത വീടാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് അവൻ അവന്റെ കാര്യം നോക്കി പോവായിരുന്നു. അതിനിടയിൽ നിങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത്. ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പോട്ടെ, അവൻ അതൊക്കെ കണ്ട് നിങ്ങളെ കാണാൻ വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ചെയ്തെന്താണ്?
അവരങ്ങ് ആട്ടി പുറത്താക്കി. അവനൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഇങ്ങനെയൊക്കെ ഒരാൾ അപമാനിക്കുമ്പോൾ പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഹ്യൂമൻസ് ആണ്, എല്ലാവർക്കും ഉള്ളിനുള്ളിൽ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇങ്ങനെ ഒരു വിളിച്ചു വരുത്തി ഒരാൾ അപമാനിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവനിപ്പോ നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഒരു അക്ഷരം വേണ്ടില്ലായിരുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാലും നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ നിനക്ക് ഇനിയെങ്കിലും. ഇത് കാണുന്ന കിച്ചു തന്നെ മനസ്സിൽ പറയുന്നുണ്ടാകും. മനുഷ്യൻ ഓരോന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി അഭിമാനിച്ചതും പോരാഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കരുത് പോലും. അവൻ ഇതും പറഞ്ഞ് മനസ്സിൽ ചിരിക്കുന്നുണ്ടാക്കും. ബാക്കി പറഞ്ഞാലും ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. അതോ ആ കൂടുതൽ സ്നേഹിച്ച കഥ ഒന്നും പറയല്ലേ രേണു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കിച്ചു തന്നെ അവന്റെ ചാനലിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാനിച്ച് തൽക്കാലം ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി പറഞ്ഞാലും ഞാൻ സ്നേഹിച്ചു നിന്നെ. ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. അതിപ്പോ മക്കളാവുമ്പോൾ പണത്തിന് ആവശ്യം വരുമ്പോൾ അമ്മമാരോട് കുറച്ച് പൈസ ഒക്കെ ചോദിച്ചെന്ന് വരും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്. അതിനൊക്കെ ഇങ്ങനെ കണക്ക് പറയാന്ന് പറഞ്ഞാണെങ്കിലും മോശമാണ് കേട്ട രേണു. ഇതുവരെ വാങ്ങിച്ചത് വാങ്ങിച്ച് ഇനി തൊട്ട് മേലെ ആൽക്കിച്ചു രേണുവിന്റെ കയ്യിൽ നിന്ന് ₹1 പോലും വാങ്ങിക്കൂല. വാങ്ങിച്ചെടുത്തോളം അവര് മതിയായി കാണും. ബാക്കി കേട്ടോക്കെ എന്തായാലും ഞാൻ നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയാണ്. അതിനിപ്പോ എന്തോന്ന് പുറത്തു വിടാനാണ്? അതൊക്കെ അവൻ പുറത്ത് വിട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് രേണുവിന് നല്ല ഓർമ്മക്കുറവുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ രേണു തന്നെ 2 ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഓർമ്മക്കുറവുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും കിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു എന്നുള്ള കാര്യം രേണു മറന്നുപോയത്. സാരില്ല, ലോകത്തിന് ഓരോരോ ബുദ്ധിമുട്ടുകളല്ലേ, നമുക്ക് ആ രീതിയിൽ അതിനെ വിടാം. ബാക്കി കേട്ടോക്കെ എന്തായാലും ഞങ്ങൾക്കൊരു ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിട് കിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. ശരി, ഈ ഒരു അവസരത്തിലും കിച്ചുവിനെ ഭീഷണിപ്പെടുത്താനും രേണു ചേച്ചി മറക്കുന്നില്ലല്ലോ. നല്ല കാര്യം. ബാക്കി പറഞ്ഞാലും കിച്ചു, എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തു. അതെ അതെ, മറ്റേ കിച്ചുവിന് എന്തോ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കാരണം പണ്ട് പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ചായിരിക്കണം രേണു ചേച്ചി പറഞ്ഞു വരുന്നത്. അതൊക്കെ കിച്ചു പണ്ടേ അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, രേണുവിന് എവിടേക്കോ എന്തൊക്കെയോ ഒരു ഓർമ്മക്കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ രേണുവിന് നല്ല ഓർമ്മയുണ്ട്, എന്നാൽ ചിലതോ തീരെട്ടോ ഓർമ്മയില്ലതാണ്. ബാക്കി കേട്ടോക്കെ എന്തായാലും അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ, കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു, ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട്, എന്നെ ഇനി കുത്തി, ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. അതാണ് വീണ്ടും ഓർമ്മക്കുറവ്. കിച്ചു ഈ പറയുന്ന ഋതപ്പൻ എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് കിച്ചു തന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഋതപ്പനുമായി മാളിൽ കറങ്ങുന്നു, അവരുമായി അവന്റെ സ്കൂളിൽ പോകുന്നു, അവന് വേണ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ സമയങ്ങളിലെല്ലാം രേണുവിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ പറയുന്ന കിച്ചു ഋതപ്പനെയും കൊണ്ട് പുറത്തു പോയത്. രേണു മറന്നുപോയതാണ് സംഭവം. സാരില്ല, പോട്ടെ. ബാക്കി പറഞ്ഞാലും നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പല ആളുകൾ മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്തു വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്തു വിടത്തില്ല മോനെ, ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ.
ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോന്. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരുമില്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിച്ചു. ഇനി ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. അതൊക്കെ നമുക്ക് മനസ്സിലാവും രേണു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ നമ്മളടക്കമുള്ള ആളുകൾ ഇത്രയും കാര്യം നിങ്ങളെ വിമർശിക്കാതിരുന്നത്. പക്ഷെ ഇത് അല്പം അതിര് കടന്നുപോയി. കുറച്ചൊക്കെ ഒന്ന് വാക്കുകൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും രേണുവിനെ സംബന്ധിച്ചിടത്തോളം. വെറുതെ എന്തിനാണ് ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും പഴയ ഹീറ്റ് ഇട്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ വാക്കുകളൊന്ന് നിയന്ത്രിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞാലും നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂടെ കിച്ചു എന്നെ കൂടെ ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ. ഇങ്ങനെയൊക്കെയാണ് രേണുവിന്റെ സംസാരം എന്ന് പറയുന്നത്. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാനിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. രോഗം ഭേദമായി വരട്ടെ, പൂർവാധികം ശക്തിയോട് കൂടി വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഈ രേണു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മറ്റൊന്നുമല്ല. രേണുവിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. രേണുവിന്റെ സഹോദരി, അതുപോലെ അച്ഛൻ, ഇവർക്കൊന്ന് രേണുവിനെ നിയന്ത്രിച്ചൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രേണു ഒരു പക്ഷേ രോഗം കൊണ്ട് പിച്ചും പേയും പറയാണെന്ന് നമുക്ക് വെക്കാം. പക്ഷെ അവരുടെ കാര്യം അങ്ങനെയല്ലല്ലോ. രേണുവിന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവരും കൂടി വിചാരിക്കാതെ രേണുവിന് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും ഓരോന്ന് വിളിച്ച് പറയാൻ പറ്റൂലല്ലോ. അവരുടെ സഹകരണത്തോട് കൂടി മാത്രമേ രേണുവിന് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം അതല്ലേ, ഇങ്ങനൊരു അവസരത്തിൽ ഇവരെന്തിന് അതിനൊക്കെ വഴി വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അവർക്ക് രേണുവിനെ നിയന്ത്രിച്ചൂടെ? ഇനിയിപ്പോ രേണു യൂട്യൂബ് ചാനൽ വന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് മാക്സിമം രേണുവിന് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അവരിതൊന്നും എതിർക്കാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം അർഹിക്കുന്നത് രേണുവോ കിച്ചുവോ ഒന്നുമല്ല. രേണുവിനെ നോക്കുന്ന രേണുവിന്റെ സഹോദരിയും അച്ഛനും ഒക്കെയാണ്. ഇനിയെങ്കിലും രേണുവിന്റെ നാക്കിനൊന്ന് നിങ്ങൾ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലും രേണുവിനെ ആളുകൾ വെറുക്കുന്ന ഒരു സാഹചര്യം വരും. അതിലേക്ക് ദയവ് ചെയ്ത് കൊണ്ട് ചെന്നെത്തിക്കരുത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.